1 ലേഖനം 4 അധ്യായം 20 ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്രേ ആകുന്നു. 1 4 അധ്യായം 20 വിശ്വാസത്തിൻ്റെ പ്രായോഗിക വശത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ ഉപരിയായി അവിടുത്തെ ശക്തി വെളിപ്പെട്ട നിരവധി സന്ദർഭങ്ങൾ പഴയ നിയമത്തിലുണ്ട്. പുറപ്പാട് പുസ്തകം 4 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ മോശെ വെറും വാക്കുകൾ പറയുകയല്ല ചെയ്തത്, മറിച്ച് ദൈവത്തിൻ്റെ ശക്തി അടയാളങ്ങളിലൂടെ കാണിച്ചു കൊടുത്തു. 1 രാജാക്കന്മാർ 18 അധ്യായത്തിൽ ബാൽ പ്രവാചകന്മാർ ഒരുപാട് വാക്കുകൾ ചൊല്ലി പ്രാർത്ഥിച്ചുവെങ്കിലും ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ തീ ഇറങ്ങി വന്നു. ദൈവരാജ്യം വാക്കിലല്ല ശക്തിയിലാണ് എന്ന് കർമ്മേൽ പർവ്വതത്തിൽ അന്ന് തെളിഞ്ഞു. സഖറിയ പ്രവചനം 4 അധ്യായം 6 വാക്യത്തിൽ സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാലത്രേ എന്ന് എഴുതി കാണുന്നു. എന്തുകൊണ്ടായിരിക്കും വിശുദ്ധ പൗലോസ് ഈ വചനം ഇവിടെ ഇപ്രകാരം എഴുതുവാൻ കാരണം? കൊരിന്ത് സഭയിൽ ചിലർ വാക്ചാതുര്യം കൊണ്ടും അഹങ്കാരം കൊണ്ടും തങ്ങളെ തന്നെ വലിയവരായി നടിച്ചിരുന്നു. വിശുദ്ധ പൗലോസ് അങ്ങോട്ടേക്ക് വരില്ലെന്ന് കരുതി അവർ വലിയ വാക്കുകൾ സംസാരിച്ചു. എന്നാൽ വാക്കുകൾ ആർക്കും പറയാമെന്നും യഥാർത്ഥ ദൈവദാസന്റെ ലക്ഷണം അവൻ്റെ മനോഹരമായ പ്രസംഗമല്ല, മറിച്ച് അവൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണെന്നും പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ വൻപ് പറച്ചിലല്ല, അവരുടെ ആത്മീയ കരുത്താണ് താൻ പരിശോധിക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഈ വാക്യത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ ഇവയൊക്കെയാണ്. 1. ക്രിസ്തീയ ജീവിതം എന്നത് കുറേ സിദ്ധാന്തങ്ങൾ പഠിക്കലല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശക്തി ജീവിതത്തിൽ അനുഭവിക്കലാണ്. 2. പാപത്തെ ജയിക്കാനും സ്വഭാവം മാറ്റാനും സഹായിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി, വെറും വാഗ്വാദങ്ങൾ ആത്മീയതയല്ല. 3. ഒരു സഭയുടെയോ വ്യക്തിയുടെയോ ആത്മീയത അളക്കേണ്ടത് പ്രസംഗത്തിൻ്റെ ഭംഗി നോക്കിയല്ല, മറിച്ച് അവിടെ നടക്കുന്ന ആത്മീയ വിടുതലുകൾ നോക്കിയാണ്. ചുരുക്കത്തിൽ സുവിശേഷം കേവലം ഒരു തത്വശാസ്ത്രമല്ല, അത് മനുഷ്യനെ അടിമുടി മാറ്റുന്ന ദൈവിക ശക്തിയാണ്. വാക്കുകളേക്കാൾ പ്രവർത്തിക്കും ആത്മീയ കരുത്തിനും നാം മുൻഗണന നൽകണം. ഇപ്രകാരം മുൻഗണന നൽകിയിരിക്കുന്നവർക്കായി ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഇന്ന് ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.